ചില സാങ്കേതിക തടസ്സങ്ങൾ കൂടി അവിടെ ഉണ്ടായിരുന്നു, വ്യക്തമായി കേൾക്കാനാവുന്നില്ല. ഏതായാലും സപ്ലൈകോ, അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡറേഷൻ, അങ്ങനെ കേരളത്തിന്റെ ഈ പറഞ്ഞ സംവിധാനങ്ങൾ, സർക്കാർ ഏജൻസികൾ, അതുപോലെ തന്നെ സഹകരണ രംഗത്തെ ഏറ്റവും മികച്ച ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ തരത്തിൽ നേട്ടവും ആശ്വാസവുമായി മാറുകയായിരുന്നു നാട്ടുകാരെ സംബന്ധിച്ച്. മറ്റൊന്ന് മിൽമയുമായി ബന്ധപ്പെട്ട വിവരമാണ് അല്ലെ. മിൽമയുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഈ ഓണക്കാലത്ത് പാല്, തൈര്, പാലുൽപ്പന്നങ്ങൾ ഇതിന്റെ വിൽപ്പനയിൽ ഒരു സർവ്വകാല റെക്കോർഡാണ്. ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന സമയമാണ്. മിൽമയ്ക്ക് അത് വലിയ നേട്ടമായി അല്ലെ. അതെ, ഉത്രാട ദിനത്തിൽ മാത്രം 38.03 ലക്ഷം ലിറ്റർ പാലും 3.97 ലക്ഷം കിലോ തൈരുമാണ് മിൽമ ഔട്ട്ലെറ്റുകൾ വഴി വിറ്റത്. തിരുവോണത്തിന് മുമ്പുള്ള 6 ദിവസങ്ങളിലായി സർക്കാർ ഉടമസ്ഥതയിലുള്ള സഹകരണ സംഘം വഴി 1,19,058 1,19,00,000 അല്ലെ ലിറ്റർ പാലും, അതുപോലെ തന്നെ 14 ലക്ഷം കിലോ തൈരുമാണ് വിറ്റഴിച്ചത് അല്ലെ. 1,16,00,000 ലിറ്റർ പാലായിരുന്നു അല്ലെ. അതുപോലെ തന്നെ 13 ലക്ഷത്തിലധികം കിലോ തൈരുമായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പൊ അതിനേക്കാൾ വലിയ വർധനവ് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ ശരാശരി ഏതാണ്ട് 5% വളർച്ചയാണ് ഇക്കുറി മിൽമ കൈവരിച്ചത്. ക്ഷീരോൽപ്പന്നങ്ങളുടെ വിപണിയിൽ മിൽമ ആദ്യ സ്ഥാനം നിലനിർത്തിയാണ് മുന്നേറുന്നത് എന്നതുകൂടിയുണ്ട്. കാരണം ഒരുപാട് ഇത്തരം സംഘങ്ങളൊക്കെ ഉണ്ട്. സംഘങ്ങൾ ഇൻ ദ സെൻസ് പല കമ്പനികളുണ്ട്. പക്ഷെ അവരെക്കാളൊക്കെ മിൽമ തന്നെ വിശ്വാസ്യതയോടെ ഇപ്പോഴും ആളുകളുടെ മുമ്പിൽ ഈ കച്ചവടം